മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിനടുത്തുള്ള എല്ലോറ കേവ്സ്. ലോകാത്ഭുതമെന്ന് വിശേഷിപ്പിക്കാവുന്ന ആ ഗുഹാക്ഷേത്രങ്ങളിലൂടെ ഞാൻ സഞ്ചാരം തുടരുകയാണ്. ഭാരതത്തിന്റെ പ്രൗഢിയും പൗരാണികമായ ഗരിമയുമെല്ലാം വിളിച്ചോതുന്ന വലിയ ഗുഹകൾ. അന്നത്തെ ഭാരതത്തിലെ സാങ്കേതിക വിദ്യയും മതവിശ്വാസത്തിന്റെ തീവ്രതയുമെല്ലാം ഇവിടെ കാണാനാവും. എല്ലോറയിലെ ജൈനക്ഷേത്രങ്ങളുള്ള ഗുഹകളുടെ സമീപത്താണ് എത്തിയിരിക്കുന്നത്. 33-ാം നമ്പർ കേവാണ് ഇത്. അതിന്റെ പരിസരത്തായി മറ്റേതാനും ഗുഹകളുമുണ്ട്. 2 നിലകളുള്ള ഗുഹകളാണ്. ഞാൻ 33-ാം നമ്പർ ഗുഹയുടെ അകത്തേക്ക് കയറി ചെന്നു. ജഗന്നാഥ സഭ എന്നറിയപ്പെടുന്ന ജൈന ക്ഷേത്രമാണിത്. ജൈനമതത്തിലെ ദിഗംബര വിഭാഗത്തിന്റെ ക്ഷേത്രം. 10-11 നൂറ്റാണ്ടുകളിലായിട്ടായിരുന്നു ഇതിന്റെ നിർമ്മാണം. പ്രധാന ക്ഷേത്രത്തിന് 2 നിലകളുണ്ട്. അതിൽ താഴത്തെ ഹാൾ വലിയ തൂണുകളോടുകൂടിയതാണ്. വീതിയേറിയ വരാന്ത, ശ്രീകോവിൽ എന്നിവയെല്ലാം ഈ ക്ഷേത്രത്തിലുണ്ട്. പുറത്തേക്ക് നടക്കുമ്പോൾ തൊട്ടപ്പുറം 34-ാം നമ്പർ ഗുഹ കാണാം. ഇതെല്ലാം അനുബന്ധമായുള്ള കേവുകൾ തന്നെ. ഞാൻ അത് കണ്ട് പുറത്തേക്കിറങ്ങുമ്പോഴേക്കും അടുത്ത ബഗ്ഗിയെത്തി. ഗോൾഫ് കാർട്ട് എന്നറിയപ്പെടുന്ന ഈ ബഗ്ഗികൾ ഏതാണ്ട് 10 മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. വളരെ സൗകര്യപ്രദമാണത്. 30 രൂപയുടെ ടിക്കറ്റ് എടുത്ത് കയറിയാൽ ഹിന്ദു ഗുഹകളുടെ അടുത്തുനിന്ന് പുറപ്പെട്ട് ജൈന ഗുഹകളും അതിനിടയ്ക്കുള്ള കുറെ ഗുഹകളും കാണാനാവും. പല പല ഗുഹകളുണ്ടിവിടെ. അതിൽ 4 എണ്ണത്തിൽ മാത്രമാണ് ഇപ്പോൾ സന്ദർശകർക്ക് പ്രവേശന അനുമതി നൽകിയിട്ടുള്ളത്. അത്രയൊന്നും പ്രശസ്തമല്ലാത്ത ഗുഹകളും ഈ ഭാഗത്തുണ്ട്. 2 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്താകെ പരന്നു കിടക്കുകയാണല്ലോ എല്ലോറ ഗുഹകൾ. ഇപ്പോൾ 29-ാം നമ്പർ ഗുഹയുടെ അടുത്തേക്കാണ് എത്തിയിരിക്കുന്നത്. ഹൈന്ദവരുടെ ഒരു ഗുഹയായിരുന്നു ഇത്. എല്ലോറ ഗുഹകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന ഭൂരിഭാഗം പേരും 29-ാം ഗുഹ സന്ദർശിക്കാറുണ്ട്. ബഗ്ഗിയിൽ പോകുമ്പോൾ ആവശ്യമുള്ളവർക്ക് ഇവിടെ ഇറങ്ങാം. അല്ലാത്തവരെ അതേ ബഗ്ഗിയിൽ പുറപ്പെട്ടെടുത്ത് തിരിച്ചെത്തിക്കുകയും ചെയ്യും. ഞാൻ ഏതായാലും കേവ് 29 കാണാൻ തീരുമാനിച്ചു. ഇനിയൊരിക്കൽ എല്ലോറയിൽ വരാൻ സാധ്യതയുണ്ടോ എന്നറിയില്ലല്ലോ. പടവുകൾ കയറി ചെല്ലുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. എല്ലോറയിലെ ഏറ്റവും വലിയ ഗുഹകളിലൊന്നാണ് ഈ 29-ാം നമ്പർ ഗുഹ. വിശാലമായ ഒരു ഹാളിലേക്കാണ് കയറിയെത്തിയത്. വമ്പൻ തൂണുകൾ നിരന്നു നിൽക്കുന്ന ഒരു ഹാൾ. എല്ലോറയിൽ ആദ്യം നിർമ്മിതമായ ഗുഹകളിലൊന്നാണ് ഇത്. അതായത് ബുദ്ധമതക്കാരുടെയും ജൈനന്മാരുടെയും ഗുഹകൾ ഇവിടെ നിലവിൽ വരുന്നതിന് മുൻപ് തന്നെ ഈ ഗുഹ നിർമ്മിച്ചിരുന്നു. ക്ഷേത്രത്തിന്റെ പണി എന്നു തുടങ്ങിയെന്ന് കണ്ടെത്താനായിട്ടില്ല. എന്നാൽ 8-ാം നൂറ്റാണ്ടിലാണ് ഇതിന്റെ പണി പൂർത്തിയായതെന്ന് ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് ശ്രീകോവിൽ. ശ്രീകോവിലിന്റെ ഇരുഭാഗത്തുമായി ഭീമാകാരമുള്ള ദ്വാരപാലക പ്രതിമകൾ. ശിവലിംഗമാണ് ശ്രീകോവിലിലെ പ്രതിഷ്ഠ. അനേകം ശില്പങ്ങൾ ഈ ക്ഷേത്രത്തിലുമുണ്ട്. എന്നാൽ നേരത്തെ കൈലാസ ക്ഷേത്രത്തിൽ കണ്ടത്ര പൂർണ്ണതയുള്ള ശില്പങ്ങളല്ല ഇവിടെയുള്ളത്. കൂറ്റൻ കൽത്തൂണുകളുള്ള മണ്ഡപത്തിലൂടെ മുന്നോട്ട് നടന്നു. ഇവിടെ വലിയൊരു കുഴി കാണാം. അത് എന്തിനു വേണ്ടി നിർമ്മിച്ചതാണെന്ന് വ്യക്തമാകുന്നില്ല. ക്ഷേത്രത്തിന്റെ ഈ ഭാഗത്ത് ബാൽക്കണി പോലെ ഒരു ഭാഗമുണ്ട്. അവിടെ വിചിത്രമായ ചില നിർമ്മിതികൾ കാണാം. പാറയിൽ നിന്നും വെട്ടിയിറക്കിയ പടവുകളുള്ള ഒരു ഭാഗം. അതോടൊപ്പം മുകളിൽ ചില ബാൽക്കണികളും പണിതുവച്ചിരിക്കുന്നു. വലിയൊരു മട്ടുപ്പാവാണ് ഈ ഭാഗം. അതിന്റെ അരികിലേക്ക് നടന്നെത്തുമ്പോൾ മുന്നിൽ ഒരു ക്ലിഫാണ് കാണുന്നത്. താഴെ വലിയൊരു കുളം. അതിനരികിലൂടെ ഒരു വഴി. ആ നടവഴി അവസാനിക്കുന്നത് വേറെ ചില ഗുഹകളുടെ സമീപത്താണ്. ഇവിടെ നിൽക്കുമ്പോൾ മലയുടെ താഴ്വാരവും വിശാലമായ പച്ചപ്പുമെല്ലാം കാണാം. വലിയൊരു നഗരമായാണ് എല്ലോറയെ വിഭാവനം ചെയ്തിരുന്നത്. എല്ലോറ ഗുഹകളുള്ള പ്രദേശത്തിന്റെ ഭൂപ്രകൃതിയുടെ സ്വഭാവം പൂർണ്ണമായും മനസ്സിലാക്കാനാവുന്നത് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ. അവിടെ നിന്നും വന്ന വഴിയെ തന്നെ തിരികെ നടന്നു. പടികൾ കയറി ചെല്ലുമ്പോൾ നേരത്തെ കണ്ട കുഴി ഒന്നുകൂടി വ്യക്തമായി കാണാം. വലിയൊരു പ്രതിമയോ മറ്റോ സ്ഥാപിക്കുന്നതിനു വേണ്ടി പണിത കുഴി പോലെയുണ്ട്. ഞാനിനി തിരികെ നടക്കുകയാണ്. എല്ലോറയിൽ വന്നിട്ട് തന്നെ ഏതാണ്ട് 3 മണിക്കൂറായി. കുറേയേറെ കാഴ്ചകളിലേക്ക് പോയി. എങ്കിലും എല്ലോറയിലെ ഗുഹകളിൽ പകുതി പോലും കണ്ടു തീർക്കാനായിട്ടില്ല.
പുറത്തുകൂടിയൊക്കെ നടന്ന് ചിത്രീകരിച്ചതേയുള്ളൂ. സമയക്കുറവ് കൊണ്ടാണത്. മണ്ഡപത്തിന്റെ മറ്റൊരു ചുമരിൽ അന്ധകാസുര വധത്തിന്റെ വലിയൊരു ശില്പമുണ്ട്. പാർവതീദേവിയെ തട്ടിക്കൊണ്ടുപോയ അന്ധകാസുരനെ 8 കൈകളിൽ ആയുധങ്ങളുമായി ശിവൻ വധിക്കുന്ന ശില്പം. വേറൊരു ഭാഗത്ത് ശിവപാർവതിമാരുടെ ശില്പം. അനേകം ദേവകളാൽ പരിസേവിതരായി ശിവപാർവതിമാർ കൈലാസത്തിലിരിക്കുന്നതിന്റെ ചിത്രീകരണമാണിത്. 29 നമ്പർ ഗുഹയിൽ നിന്നും ഞാൻ ഇറങ്ങിച്ചെന്നപ്പോഴേക്കും ഒരു ഗോൾഫ് കാർട്ട് പുറപ്പെട്ടു കഴിഞ്ഞു. അടുത്ത ബഗി ഉടനെ പുറപ്പെടും. ഇനി എല്ലോറ ഗുഹകളുടെ കാഴ്ച അവസാനിപ്പിക്കുകയാണ്. ഈ ഒഴുകിപ്പോകുന്നത് നേരത്തെ 29 നമ്പർ ഗുഹയിൽ നിന്നും കണ്ട കുളത്തിൽ നിന്നും കവിഞ്ഞൊഴുകുന്ന ജലമാണ്. വളരെ ഉപകാരപ്രദമായ ഒരു സംവിധാനം തന്നെയാണ് ഈ ബഗി സർവീസ്. നേരത്തെ പുറപ്പെട്ടിടത്തേക്ക് തന്നെ ബഗ്ഗി തിരികെ എത്തി. ഇവിടെ കുറെ പേർ ജൈനക്ഷേത്രത്തിലേക്കും മറ്റും പോകാൻ ബഗ്ഗികൾ കാത്തു നിൽക്കുന്നുണ്ട്. നേരം 2:30 കഴിഞ്ഞിരിക്കുന്നു. രാവിലെ ഏതാണ്ട് 11:30 ആയപ്പോൾ ഞാൻ എല്ലോറ ഗുഹകളിൽ വന്ന് കയറിയതാണ്. ഈ പരിസരത്ത് ഇങ്ങനെ ധാരാളം കച്ചവടക്കാരുമുണ്ട്. അകത്തേക്ക് കയറിപ്പോയ വഴിയെയല്ല പുറത്തിറങ്ങുന്നത്. അതിന് മറ്റൊരു കവാടമാണ്. അത് പ്രത്യേകമായി വേലിയൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട്. പുറത്തേക്ക് പോകാനായി മാത്രം ഒരു വഴി. വഴിയുടെ ഓരങ്ങളിലാകട്ടെ കച്ചവടക്കാർ നിരന്നു നിൽക്കുന്നു. കടലയും പേരയ്ക്കയും കുക്കുംബറുമൊക്കെ വിൽക്കുന്നവർ. പുറത്തേക്കുള്ള വഴി തന്നെ കച്ചവടക്കാർ കൈയടക്കിയിരിക്കുകയാണ്. കൗതുക വസ്തുക്കളും സുവനീറുകളും വിൽക്കുന്നവരുമുണ്ട്. പുറത്തിറങ്ങുമ്പോൾ റെസ്റ്റോറന്റുകളുടെ നീണ്ട നിരയാണ് കാഴ്ച. കുറേയേറെ റെസ്റ്റോറന്റുകൾ. കൊതിപ്പിക്കുന്ന വിഭവങ്ങളാണ് ഇവിടെയൊക്കെ വിൽക്കുന്നത്. പക്ഷേ റെസ്റ്റോറന്റുകൾക്കൊന്നും വലിയ വൃത്തിയില്ല. അതിനാൽ നല്ല വിശപ്പുണ്ടെങ്കിലും ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കേണ്ട എന്ന് തീരുമാനിച്ചു. പുറത്ത് എന്റെ ഡ്രൈവർ ഗംഗാറാം കാത്തിരിപ്പുണ്ട്. അദ്ദേഹം ഭക്ഷണം കഴിച്ചോ എന്നറിയില്ല. ഒന്നിച്ച് ഭക്ഷണം കഴിക്കാമെന്ന് തീരുമാനിച്ചു. ഇവിടെയുമുണ്ട് കുറെ സുവനീർ കടകൾ. ചണം കൊണ്ട് നിർമ്മിച്ച ബാഗുകളും മറ്റുമാണ് പ്രധാന വിൽപ്പന. ഹാൻഡിക്രാഫ്റ്റ്സ് ഷോപ്പുകളാണ്. ഗംഗാറാം സമീപത്തെ ഒരു മരത്തണലിൽ കിടന്നുറങ്ങുകയായിരുന്നു. അദ്ദേഹത്തെ വിളിച്ചെഴുന്നേൽപ്പിച്ച് കാറിൽ കയറി ഞാൻ യാത്ര തുടർന്നു. ഗംഗാറാം ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇനി ഒരുമിച്ച് കഴിക്കാമല്ലോ. ഇവിടെ നിന്നും നേരെ നാഷിക്കിലേക്ക് പോകാനാണ് തീരുമാനം. നാഷിക്കിലേക്ക് ഇവിടെ നിന്ന് ഏതാണ്ട് 175 കിലോമീറ്റർ ദൂരമുണ്ട്. 3 മണിക്കൂറിന്റെ യാത്ര. ഇപ്പോൾ ഞങ്ങൾ ഹൈവേയിലേക്ക് കയറിയിരിക്കുന്നു. NH-52, പഞ്ചാബിൽ നിന്നും കർണാടക വരെ നീണ്ടുകിടക്കുന്ന ഹൈവേ. 6 സംസ്ഥാനങ്ങളിലൂടെയാണ് അത് കടന്നു പോകുന്നത്. പക്ഷേ നാഷിക്കിലേക്ക് ഞങ്ങൾ NH-52-യിലൂടെയല്ല പോകുന്നത്. അല്പം കഴിഞ്ഞാൽ ഒരു എക്സ്പ്രസ് വേയിലേക്ക് കയറും. ഭക്ഷണം കഴിക്കാനുള്ള ഒരിടം അന്വേഷിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ യാത്ര. പക്ഷേ വഴിയരികിൽ നല്ല റെസ്റ്റോറന്റുകളൊന്നും കാണുന്നില്ല. കൃഷിയിടങ്ങൾക്ക് നടുവിലൂടെയാണ് യാത്ര. പരുത്തി ഉൾപ്പെടെ കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളാണ്. അങ്ങനെ പോകവേ സുരുചി എന്നു പേരുള്ള ഒരു റെസ്റ്റോറന്റ് കണ്ടു. അവിടേക്ക് കയറി. സാമാന്യം ഭേദപ്പെട്ടൊരു റെസ്റ്റോറന്റാണ്. 100% പ്യുവർ വെജിറ്റേറിയൻ എന്ന് മുന്നിൽ ബോർഡ് വെച്ചിട്ടുണ്ട്. നല്ല റെസ്റ്റോറന്റ്. വൃത്തിയോടെ അത് ഒരുക്കി വെച്ചിട്ടുണ്ട്. വലിയ തിരക്കില്ല. ഒരു ടേബിളിൽ 3-4 പേർ ഇരിപ്പുണ്ട്. അവർ കഴിക്കുന്നത് താലി മീൽസ് ആണെന്ന് മനസ്സിലായി. റൊട്ടിയും മറ്റും എക്സ്ട്രാ കൊണ്ടുവന്ന് കൊടുക്കും. 3-4 പേർ ഇരുന്ന് നന്നായി കഴിക്കുന്നു. ഞാനും അതേ ഭക്ഷണം പറയാമെന്ന് തീരുമാനിച്ചു. താലി മീൽസ് തന്നെ ഓർഡർ ചെയ്തു. ഈ 3 മണി നേരത്തും ചോറ് കിട്ടും എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെ. എനിക്കുള്ള താലി മീൽസ് എത്തി. കറിയൊക്കെ ഇന്നാട്ടുകാരുടേത് തന്നെ. ഒരു ദാൽ കറിയുണ്ട്. മറ്റെന്തോ ഒരു ചാറുകറി. കൂടാതെ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഗഡിയ ന്യൂഷാക്ക് എന്ന വിഭവവും. പിന്നെ 2 റൊട്ടിയുമുണ്ട്. പപ്പടവും അച്ചാറുമുണ്ട്. അല്പം ചോറും. രുചികരമായിരുന്നു ഭക്ഷണം. പണം കൊടുക്കാൻ കൗണ്ടറിലേക്ക് ചെന്നപ്പോൾ ഞാൻ അതെല്ലാം ഷൂട്ട് ചെയ്യുന്നത് കണ്ട് അവിടെയുള്ളയാൾക്ക് കൗതുകം. യൂട്യൂബിൽ അവൻ സഫാരി തപ്പിയെടുത്തു. 2.5 മില്യൺ ആളുകൾ കാണുന്ന പരിപാടിയാണോ? അങ്ങനെയെങ്കിൽ എന്റെ റെസ്റ്റോറന്റിനെ കുറിച്ചും അതിലൊന്ന് കാണിക്കണമെന്ന് അവൻ പറഞ്ഞു. ഞാൻ റെസ്റ്റോറന്റിനെ കുറിച്ച് ചാനലിൽ പറയാമെന്നേറ്റു. അബ്ദുൾ സിഷാൻ എന്നാണ് ആളുടെ പേര്.
എന്താണെങ്കിലും ഇവിടുത്തെ റേറ്റ് കുറച്ച് അധികമാണ്. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഞങ്ങൾ വീണ്ടും കാറിലേക്കു കയറി. ഗംഗാറാം ഹാപ്പി ആയിരിക്കുന്നു. നല്ല ഉത്സാഹത്തോടെയായി ഡ്രൈവിംഗ്. ഇനി ഇവിടെ നിന്ന് നേരെ എക്സ്പ്രസ് വേയിലേക്ക് ചെന്നു കയറണം. നാഗ്പൂർ മുംബൈ എക്സ്പ്രസ് വേയിൽ കയറിയാൽ പെട്ടെന്ന് തന്നെ നാഷിക്കിലെത്താം. എങ്കിൽ പോലും 3 മണിക്കൂർ എടുക്കും. മഹാരാഷ്ട്രയുടെ ഉൾനാടുകളിലൂടെയാണ് കടന്നുപോകുന്നത്. ആ ഭൂപ്രകൃതി കണ്ടുകൊണ്ട് ഞാൻ അങ്ങനെയിരുന്നു. കൃഷിയിടങ്ങളാണ് കൂടുതലും. എന്നാൽ തരിശായി കിടക്കുന്ന നിലങ്ങളും ഈ യാത്രയിൽ കാണാം. ഡൽഹി സുൽത്താനേറ്റ്, അഹമ്മദ് നഗർ രാജ്യം, മുഗൾ സാമ്രാജ്യം, ഹൈദരാബാദ് രാജ്യം, മറാത്ത സാമ്രാജ്യം എന്നിവയുടെ ഒക്കെ ഭാഗമായിരുന്നു പല കാലങ്ങളിൽ ഈ ഡക്കാൻ ഭൂമിക. പണ്ടുകാലം മുതലേ നല്ലൊരു കാർഷിക മേഖലയായിരുന്നു ഇവിടം. നെല്ല്, ഗോതമ്പ്, കരിമ്പ്, പരുത്തി എന്നിവയെല്ലാം ഇവിടെ വ്യാപകമായി കൃഷി ചെയ്തിരുന്നു. ഔറംഗാബാദ് ഒരു വ്യാവസായിക നഗരമായതിനാൽ ജനങ്ങളിൽ വലിയൊരു ശതമാനം വ്യവസായശാലകളിൽ ജോലി ചെയ്യുന്നുണ്ട്. വമ്പൻ വ്യവസായങ്ങളെ ഉപജീവിച്ചു കഴിയുന്ന കുറേയേറെ ചെറുകിട വ്യവസായങ്ങളും കുടിൽ വ്യവസായങ്ങളുമുണ്ട് ഈ മേഖലയിൽ. പുതിയ കാലത്ത് ഔറംഗാബാദിലെ ജനങ്ങളുടെ സംസ്കാരം പഴയ ഹൈദരാബാദ് സ്റ്റേറ്റിലെ സംസ്കാരവുമായി ഇഴചേർന്ന് കിടക്കുകയാണ്. കലയിലും സാഹിത്യത്തിലും മുതൽ ഭക്ഷണ രീതികളിൽ വരെ അത് പ്രകടമാണ്. ഹിന്ദി, ഉറുദു, മറാത്തി എന്നീ ഭാഷകൾ സംസാരിക്കുന്നവരാണ് ഈ മേഖലയിലുള്ളത്. കാർ ഇപ്പോൾ നാഷണൽ ഹൈവേ 52 നാഗ്പൂർ മുംബൈ എക്സ്പ്രസ് വേയിലേക്ക് ചെന്നു ചേരുന്ന ഭാഗത്തിനടുത്തേക്കെത്തി. ഇവിടം മുതൽ ഇനി കോൺക്രീറ്റ് റോഡാണ്. എക്സ്പ്രസ് വേയിലേക്ക് ഹൈവേയിൽ നിന്നും പ്രവേശിക്കുന്ന ഭാഗമാണിത്. എക്സ്പ്രസ് വേയിലേക്ക് കയറിയിട്ടില്ല. 22ഓളം പ്രധാന പട്ടണങ്ങളെ ബന്ധപ്പെടുത്തുന്നതും 701 കിലോമീറ്റർ ദൈർഘ്യമുള്ളതുമായ പാതയാണ് മുംബൈ നാഗ്പൂർ എക്സ്പ്രസ് വേ. അതിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല. പൂർത്തിയായ 3ാം ഘട്ടത്തിൽ വരെ ഇപ്പോൾ വാഹന ഗതാഗതം അനുവദിക്കുന്നുണ്ട്. ഒരു ടോൾ ഗേറ്റ് ഉണ്ട് ഇവിടെ. അത് കടക്കുന്നതോടെയാണ് എക്സ്പ്രസ് വേയിലേക്ക് കയറുക. എക്സ്പ്രസ് വേയ്ക്കകത്ത് ടോൾ ഗേറ്റുകൾ ഉണ്ടാവില്ല. അവിടേക്ക് കയറുമ്പോഴും അവിടെ നിന്ന് ഇറങ്ങുമ്പോഴുമാണ് ഗേറ്റുകൾ ഉള്ളത്. ഇപ്പോൾ 6 വരിയുള്ള കോൺക്രീറ്റ് എക്സ്പ്രസ് വേയിലേക്ക് കയറിയിരിക്കുന്നു. മുംബൈയിൽ നിന്ന് തുടങ്ങി നാഗ്പൂരിൽ അവസാനിക്കുന്ന അതിവിശാലമായ എക്സ്പ്രസ് വേ. ഈ പാതയിൽ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയുണ്ട്. ലോറികളും ട്രക്കുകളും ഗതാഗത നിയമം കൃത്യമായി പാലിക്കുന്നു. ലോറികൾ ഇടതുവശത്തെ ട്രാക്കിലൂടെ പോകുന്നു. ഓവർടേക്ക് ചെയ്യേണ്ടവ വലതുഭാഗത്തേക്ക് കയറിപ്പോകണം. ഇതാണ് എക്സ്പ്രസ് വേയുടെ ഒരു ഗുണം. മര്യാദ കെട്ടവരും ഇവിടെ മര്യാദക്കാരായി മാറുന്നു. ഏതു വഴിയാണ് ഓരോ വാഹനവും പോകേണ്ടതെന്ന് പലയിടത്തും കൃത്യമായി എഴുതിവെച്ചിട്ടുണ്ട്. ആ നിയമങ്ങൾ തെറ്റിച്ചാൽ കയ്യിൽ നിന്ന് കാശു പോകും. അതുകൊണ്ട് തന്നെ എല്ലാവരും നിയമം പാലിക്കുന്നു. മുന്നിൽ പോകുന്ന ട്രക്ക് കാണുക. കൃത്യമായ ട്രാക്കിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇന്ത്യക്കാർക്ക് റോഡിൽ നിയമം അനുസരിക്കാൻ അറിയാം. ഇപ്പോൾ ഞങ്ങൾ ശിവാന നദിയെ മുറിച്ചു കടക്കുകയാണ്. എക്സ്പ്രസ് വേയിൽ നദികൾ വരുന്നിടത്ത് റോഡിന്റെ ഇരുഭാഗത്തും ചില കലാപരിപാടികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു നദിയാണ് കടക്കുന്നത് എന്നറിയിക്കാനാവാം അത്തരം നിർമ്മാണങ്ങൾ. നദിയുടെ തീരം മുഴുവൻ നല്ല പച്ചപ്പിന്റെ പ്രദേശങ്ങളാണ്. ഗംഭീരമായ കൃഷിയിടങ്ങൾ. കരിമ്പിന്റെ കൃഷിയാണ് കൂടുതലായി നടക്കുന്നത്. ജലസമൃദ്ധമായ ഒരു പ്രദേശം കൂടിയാണിത്. ശിവാന നദിക്കും ഗോദാവരിക്കും ഇടയിലുള്ള ഒരു സമതല പ്രദേശം. ഫലഭൂയിഷ്ടമായ പ്രദേശങ്ങളാണ്. മഹാരാഷ്ട്രയുടെ കാർഷിക സമൃദ്ധി കണ്ടറിയാവുന്ന പ്രദേശങ്ങളാണ് ശിവാന നദിക്കും ഗോദാവരിക്കും ഇടയിലുള്ളത്. ഇവിടുത്തെ വീടുകളും അത്ര ദരിദ്രമൊന്നുമല്ല. മിക്കതും മോഡേൺ ശൈലിയിലുള്ള കാർഷിക ഭവനങ്ങളാണ്. കാർ കുറേ നേരം ഓടി. ഏതാണ്ട് 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഗോദാവരിയുടെ തീരത്തേക്കെത്തിയിരിക്കുന്നു. നദീതീരത്ത് എവിടെയെങ്കിലും വാഹനമൊന്ന് നിർത്താൻ ഞാൻ ഗംഗാറാമിനോട് പറഞ്ഞു. ഗംഗാറാമിനും സന്തോഷമായി. എക്സ്പ്രസ് വേയിൽ ഗോദാവരിക്ക് കുറുകെയുള്ള പാലമാണിത്. 2 ദിശകളിലേക്കും കൂടി 6 വരി ട്രാഫിക് ഉള്ള പാലം. താഴെ ഗോദാവരി നിറഞ്ഞൊഴുകുന്നു. നാഷിക്കിനടുത്ത് ബ്രഹ്മഗിരി മലമുകളിൽ നിന്നും ഉത്ഭവിച്ച്
ആന്ധ്രാപ്രദേശിലെ ഗോണസീമയിൽ വെച്ച് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ് ഗോദാവരി. 1465 കിലോമീറ്ററാണ് അതിന്റെ നീളം. എക്സ്പ്രസ് വേയുടെ ഓരങ്ങളിൽ ഇങ്ങനെയുള്ള ചില കാഴ്ചകളുണ്ട്. പശുക്കളെയും എരുമകളെയും മേയിച്ചു നിൽക്കുന്ന കുറച്ചാളുകൾ. ഉയർന്ന സ്ഥലങ്ങളിലൂടെയാണ് എക്സ്പ്രസ് വേ. കന്നുകാലികളും മറ്റും റോഡിലേക്ക് കടന്നു വരാതിരിക്കാൻ നല്ല വേലി കെട്ടുന്നുണ്ട്. ഞാൻ തിരികെ കാറിലേക്ക് നടന്നു. എക്സ്പ്രസ് വേ എപ്പോഴും മറ്റു റോഡുകളിൽ നിന്ന് വേർപെട്ടാണ് നിൽക്കുന്നത്. മറ്റു വാഹനങ്ങളും ആളുകളും ഇതിലേക്ക് കയറാൻ പാടില്ല. അതുകൊണ്ടാണ് രണ്ടു വശത്തും വേലി കെട്ടിയിരിക്കുന്നത്. വീണ്ടും യാത്ര തുടർന്നു. ഗോദാവരിയെ ക്രോസ് ചെയ്ത് മറുഭാഗത്തേക്ക്. മിക്ക ഗ്രാമങ്ങൾക്കും നല്ല നിലവാരമുണ്ട്. ഒട്ടൊന്ന് ഭേദപ്പെട്ട വീടുകൾ. ഇവിടെയും സമൃദ്ധമായ കൃഷിയിടങ്ങൾ തന്നെയാണ് കാഴ്ച. കൃഷിയിടങ്ങളോട് ചേർന്ന് കരിമ്പാട്ടുന്ന കേന്ദ്രങ്ങൾ. എക്സ്പ്രസ് വേയുടെ ഓരത്ത് ചിലയിടത്ത് ഇത്തരത്തിലുള്ള പുതിയ മതിലുകളുണ്ട്. ഗ്രാമങ്ങൾ ഉള്ളിടത്താണ് അത്. 6 വരി പാതയാണ് മുംബൈ നാഗ്പൂർ എക്സ്പ്രസ് വേ. 701 കിലോമീറ്റർ നീളമുള്ള എക്സ്പ്രസ് വേയുടെ നിർമ്മാണത്തിനായി 55,000 കോടി രൂപയാണ് ചെലവഴിക്കുന്നത്. 2024 അവസാനിക്കുമ്പോഴേ എക്സ്പ്രസ് വേയുടെ നിർമ്മാണം പൂർണ്ണമാവുകയുള്ളൂ. ഇടതുഭാഗത്തെ ട്രാക്കിലൂടെ ഒരു ട്രക്ക് നീങ്ങുന്നു. ട്രക്കുകളുടെ ഈ അനുസരണയെപ്പറ്റി വിവരിക്കാതെ വയ്യ. ആരും നിരീക്ഷിക്കാനില്ലെങ്കിലും ട്രാക്ക് മാറി ഓടുന്നില്ല. കർശനമായ അച്ചടക്കം പാലിക്കുന്നു. ഇന്ത്യൻ ഡ്രൈവർമാരിലും ഇത്തരം അനുസരണ സാധ്യമാകും എന്ന് തന്നെയാണ് ഇത് തെളിയിക്കുന്നത്. ചെറിയ വ്യവസായശാലകളും കുടിൽ വ്യവസായങ്ങളുമൊക്കെ പാതയുടെ താഴെ കാണാം. യാത്ര തുടരുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഈ എക്സ്പ്രസ് വേയെക്കുറിച്ച് തന്നെയാണ്. നാഷണൽ ഹൈവേയും എക്സ്പ്രസ് വേയും തമ്മിൽ വ്യത്യാസമുണ്ട്. നാഷണൽ ഹൈവേ 6 വരിയാക്കിയാലും അതിൽ നേരത്തെ പറഞ്ഞ ട്രാഫിക് പ്രശ്നങ്ങളൊക്കെ വരാം. പക്ഷേ എക്സ്പ്രസ് വേ വന്നാൽ കൃത്യമായ നിയമം പാലിച്ച് കുറെ കൂടി സ്പീഡിൽ വാഹനങ്ങൾ പോകും. 120 കിലോമീറ്ററാണ് ഇവിടെ കാറുകൾ പോകുന്ന ട്രാക്കിൽ അനുവദിച്ചിരിക്കുന്നത്. ആ സ്പീഡിൽ വാഹനം പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഗംഗാറാം. ടോളായി അല്പം കാശ് കൊടുത്താലും രസകരമായ ഒരു ഡ്രൈവ് തന്നെയാണിത്. പലയിടത്തും സൂചനാ ബോർഡുകളുണ്ട്. അങ്ങനെ കുറച്ചു ദൂരം കൂടി മുന്നോട്ടു പോയി നാഷിക്കിലേക്ക് തിരിയേണ്ട സ്ഥലം എത്തിയിരിക്കുന്നു. സിന്നാർ എന്നൊരു പട്ടണം വഴിയാണ് ഞങ്ങൾക്ക് കടന്നു പോകേണ്ടത്. എക്സ്പ്രസ് വേയിൽ നിന്നും എക്സിറ്റ് എടുത്തു. എക്സിറ്റ് എടുക്കുമ്പോഴും ടോൾ ഗേറ്റിൽ പണം നൽകണം. ഇതാണ് ടോൾ ഗേറ്റ്. ഇവിടെയൊന്നും കുറെ നേരം കാത്തുകിടക്കേണ്ടി വന്നില്ല. എല്ലാം വളരെ പെട്ടെന്ന് സാധ്യമാകുന്നു. ഇപ്പോൾ എക്സ്പ്രസ് വേ ക്രോസ് ചെയ്യുകയാണ്. തലയ്ക്ക് മുകളിലൂടെ ഈ പോകുന്നതാണ് നേരത്തെ ഞങ്ങൾ വന്ന എക്സ്പ്രസ് വേ. മഹാരാഷ്ട്രയിൽ എക്സ്പ്രസ് വേ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. കേരളത്തിൽ അത്തരമൊരു എക്സ്പ്രസ് വേ എന്നു വരുമെന്ന് കാത്തിരുന്ന് കാണുകയേ നിവർത്തിയുള്ളൂ. നാഷിക്കിലേക്ക് നീണ്ടുകിടക്കുന്ന ഹൈവേയിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത്. ഈ ഹൈവേയിലേക്ക് കയറുമ്പോൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ട്രക്കുകളുടെ സ്വഭാവം മാറിക്കഴിഞ്ഞു. ഇത് സാധാരണ ഹൈവേയാണ്. 4 വരി പാത. ഇതാണ് എക്സ്പ്രസ് ഹൈവേയും സാധാരണ ഹൈവേയും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ കാറുകൾക്ക് സ്പീഡിൽ പോകാനേ കഴിയില്ല. ട്രക്കുകൾ തോന്നുന്ന ട്രാക്കിലൂടെ മാറി മാറി ഓടുന്നതാണ് കാരണം. ഇതാണ് ട്രാഫിക്കിലെ വ്യത്യാസം. ഇത്തരം ഹൈവേകളിലേക്ക് എവിടെ നിന്ന് വേണമെങ്കിലും വന്ന് കയറാം. ഇടയ്ക്ക് വെട്ടിച്ച് സമീപത്തെ ചായക്കടയിലേക്ക് ഇറങ്ങാം. അതുകൊണ്ട് തന്നെ നല്ല സ്പീഡിൽ പോകാനുള്ള റോഡല്ല ഇന്ന് നാഷണൽ ഹൈവേ. സ്പീഡിൽ പോകണമെങ്കിൽ എക്സ്പ്രസ് വേ തന്നെ വേണം എന്നാണ് ഇവിടെ വ്യക്തമാകുന്നത്. ഇപ്പോൾ അങ്ങകലെ ഒരു പട്ടണം കാണാം. അതാണ് സിന്നാർ പട്ടണം. നാഷിക് ജില്ലയിലെ വലിയൊരു ഇൻഡസ്ട്രിയൽ ഏരിയയാണ് സിന്നാർ. കുറേയേറെ വമ്പൻ ഫാക്ടറികൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നാഷിക്കിൽ നിന്നും 21 കിലോമീറ്റർ അകലെയാണ് സിന്നാറിന്റെ സ്ഥാനം. ചുരംപാത പോലെയുള്ള ഒരു ഭാഗത്തുകൂടിയാണ് ഇപ്പോൾ പോകുന്നത്. സിന്നാർ ഘാട്ട് എന്നാണ് ഈ ഭാഗത്തിന് പറയുന്നത്. വളവുകളോടുകൂടിയ മലമ്പാതയിലൂടെ വേണം താഴെയെത്താൻ. പശ്ചിമഘട്ടത്തിൽപ്പെട്ട മലനിരകളിലെ സഹ്യാദ്രി ഹിൽ റേഞ്ചിൽപ്പെടുന്ന ഭാഗമാണ് സിന്നാർ ഘാട്ട്. 1000 വർഷം മുൻപ് തന്നെ സജീവമായിരുന്നു സിന്നാറിലെ ചുരംപാതകൾ എന്നാണ് ചരിത്രം. നർമ്മദയ്ക്കും തുംഗഭദ്രയ്ക്കുമിടയിലുള്ള വിശാലമായ ഒരു പ്രദേശം പിടിച്ചെടുത്ത യാദവ രാജവംശത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു നാഷിക്കും സിന്നാറുമെല്ലാം. ഞങ്ങളിപ്പോൾ നാഷിക് പട്ടണത്തിന്റെ പ്രാന്തഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. ഇന്ന് ഞാൻ നാഷിക് പട്ടണത്തിൽ താമസിക്കുന്നില്ല.
നാഷിക്കിലെ പ്രശസ്തമായ വൈൻ യാർഡുകളും സുഖവാസ കേന്ദ്രങ്ങളും എല്ലാം ഉള്ളത് പട്ടണത്തിന് പുറത്താണ്. അവിടേക്കാണ് ഇന്നത്തെ യാത്ര. ഇതിലെ കടന്നു പോകുമ്പോൾ നാഷിക് ഒരു മോഡേൺ പട്ടണമായി വികസിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച കാണാം. ഇപ്പോൾ സിറ്റിക്ക് പുറത്തുള്ള ഒരു പാതയിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് വലിയ തിരക്കില്ല. ഗംഭീരമായ ഒരു സിറ്റി തന്നെയാണ് നാഷിക്. നല്ല തണുപ്പുള്ള ഒരു പ്രദേശം. മഹാരാഷ്ട്രയിലെ ഒരു സുഖവാസ കേന്ദ്രമാണിവിടം. വിശാലമായ മുന്തിരിത്തോപ്പുകളുടെയും വൈൻ ഉൽപാദന കേന്ദ്രങ്ങളുടെയും നാട്. വ്യവസായ കേന്ദ്രം എന്നതിനപ്പുറം മഹാരാഷ്ട്രയിലെ വലിയൊരു വിദ്യാഭ്യാസ കേന്ദ്രവുമാണ് നാഷിക്. 15 ലക്ഷത്തോളം ആളുകൾ വസിക്കുന്ന നഗരമാണ് ഇത്. നാഷിക്കിന്റെ പ്രധാന ഭാഗത്ത് കയറാതെ പ്രാന്തഭാഗങ്ങളിലൂടെ ഞാൻ സഞ്ചാരം തുടർന്നു.